ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡറി ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് PSC എഴുതിയെങ്കിലും ഒന്നിലും എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിൻ്റെ പേര് വന്നില്ല. ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സർക്കാർ സർവീസിൽ കയറണം എന്നൊക്കെ. പക്ഷെ എത്ര പരീക്ഷ എഴുതിയാലും ഒറ്റ റാങ്ക് ലിസ്റ്റിലും പെടുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ വേറൊന്നും റാങ്ക് ലിസ്റ്റൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ ഷിൻഡോ എന്ന് പറഞ്ഞ സാറ് ആലുവയിൽ ക്ലാസ് തുടങ്ങുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി കോച്ചിങ്ങിന് ചേർന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലുവയിൽ സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നു. ഞാൻ ചെല്ലുമ്പോൾ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ആകെ ഒരു 10-12 പിള്ളേര് ഒരുമിച്ച് ഫസ്റ്റ് ബാച്ചായിട്ട് ഞങ്ങൾ സാറിൻ്റെ ക്ലാസ്സിൽ ചെല്ലുകയാണ്. ചെന്നപ്പോൾ സാറ് തന്നെയാണ് ക്ലാസ് എല്ലാ സബ്ജക്റ്റുകളും സാറ് തന്നെ എടുക്കും. നമ്മൾ ഡിപ്ലോമക്ക് പഠിച്ച പോലെ തന്നെ എല്ലാ ടെക്സ്റ്റിൻ്റെ ഓരോ മൂലയ്ക്കും സാറ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും നന്നായി മനസ്സിലാക്കി തരികയും ചെയ്യും. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് എഴുതിയ ടെസ്റ്റാണ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ഉള്ള ടെസ്റ്റ്. അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു. അതോടുകൂടി എനിക്ക് മനസ്സിലായി സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുള്ളത്. സാറിൻ്റെ ക്ലാസ്സിനേക്കാൾ ഉപരി സാറിൻ്റെ മോട്ടിവേഷൻ എടുത്ത് പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. സാർ നമ്മളോട് പറയുന്നത് നിങ്ങൾ നന്നായി അധ്വാനിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും, നിങ്ങൾ വേറെ ആരും പറയണതൊന്നും നോക്കണ്ട, സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു നമ്മുടെ മനസ്സിലതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നീട് എല്ലാ സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ശേഷം എഴുതിയ എല്ലാ പരീക്ഷകളിലും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റി. LSTD 3rd ഗ്രേഡ്, PWD 2nd ഗ്രേഡ്, 3rd ഗ്രേഡ്, അങ്ങനെ എല്ലാത്തിലും ഇടം പിടിക്കാൻ പറ്റി. പിന്നെ സാറിൻ്റെ ബാക്കിയുള്ള കുട്ടികളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സാറിൻ്റെ ക്ലാസ്സിൽ പോയി ചേരുക, അതിനുശേഷം സാറിന് പറയണ പോലെ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാൻ സാധിക്കും. ഗവൺമെൻറ് സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലും വീട്ടിലും ഒക്കെ ഒരു വില തന്നെയാണ്. അത് നമുക്ക് കയറിക്കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇനിയുള്ള പരീക്ഷകളെല്ലാം നന്നായി എഴുതി ഞങ്ങളെപ്പോലെ തന്നെ സർക്കാർ സർവീസിൽ കയറാൻ നോക്കുക. ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുകയാണെങ്കിൽ സാറിന് അറിയാത്തവരില്ല. സാറിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും ഒരു 80% പിള്ളേരും സാറിൻ്റെ സ്റ്റുഡൻസ് തന്നെയായിരിക്കും. ഏത് ഓഫീസ്, അതായത് LSTD, PWD, ഇറിഗേഷൻ, എവിടെ ആയിക്കോട്ടെ, എവിടെ ചെന്നാലും സാറിൻ്റെ സ്റ്റുഡൻസ് അല്ലാത്തവരായിരിക്കില്ല. എല്ലാവരും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ളവരും അങ്ങനെ തന്നെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക.